വെൽക്കം ടു വെബ് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഫലവൃക്ഷങ്ങളൊക്കെ വലിയ ചെടിച്ചട്ടിയിൽ എങ്ങനെ നടാമെന്നുള്ളതാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ടെറസിൽ നമുക്ക് മാവ് അങ്ങനെയുള്ള ഐറ്റംസ് വലിയ ചെടികളൊക്കെ എങ്ങനെ വലിയൊരു ചെടിച്ചട്ടിയിൽ വെക്കാമെന്നുള്ളത്. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഈ ഒരു മാവ് ഇതുപോലത്തെ ഒരു വലിയൊരു ചെടിച്ചട്ടിയിൽ എങ്ങനെ വെക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാനായിട്ട് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കതിനായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം. മണ്ണ് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് മേൽമണ്ണാണ്. നമ്മുടെ ഭൂമിയുടെ മുകളിലത്തെ ലെയർ ഒരു ഇടിക്കൊക്കെ താഴെയുള്ള ഒരു മേൽമണ്ണാണ് നമുക്ക് അതിനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്തെടുക്കണം. അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് ഡോളോമേറ്റ് ആണ്. ഡോളോമേറ്റ് 50 ഗ്രാം വേണം. പിന്നെ നമുക്ക് വേണ്ടത് എല്ലുപൊടിയാണ്. എല്ലുപൊടി 2 കിലോ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ അടുത്തത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന മേൽമണ്ണാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 കിലോ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എല്ലുപൊടിയാണ്, ബോൺമീൽ. അതൊരു 2 കിലോനാണ് ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 കിലോ ബോൺമീൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഡോളോമേറ്റ്, അതൊരു 50 ഗ്രാം മതിയിട്ടാണ്. 50 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു കണക്കാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു 50 ഗ്രാം ഡോളോമേറ്റ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് 1 കിലോനാണ്. അപ്പോൾ 1 കിലോ വേപ്പിൻ പിണ്ണാക്കും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഡോളോമേറ്റും എല്ലുപൊടിയും എല്ലാതും കൂടിയിട്ട് മണ്ണിൽ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ചെടിച്ചട്ടിയിലല്ലാതെ മണ്ണിൽ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. മണ്ണിലാവുമ്പോൾ 2 അടി നീളവും 2 അടി വീതിയും 2 അടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് ആ മണ്ണ് വേണം ഇതുപോലെ ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ മണ്ണ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ചെറിയൊരു നനവ് നമുക്ക് എത്തണം കേട്ടോ. മണ്ണിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് നനച്ചതിന് ശേഷം നമ്മളിപ്പോൾ അതിങ്ങനെ മൂടി വയ്ക്കുകയാണ്. ഇത് എല്ലാതും കൂടി മൂടിയിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് വേണം കേട്ടോ പിന്നെ നമ്മളിതിൽ ചെടികൾ വയ്ക്കാനായിട്ട്. അപ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ടുള്ള മണ്ണാണിത്. ഞാൻ ഇതിന് മുൻപ് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ 6 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെടിച്ചട്ടിയിൽ നടാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെടിച്ചട്ടിയിൽ വലിയൊരു ചെടിച്ചട്ടിയാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിവശത്തായിട്ട് കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ 3/4 ഭാഗത്തോളം നമുക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടിയുടെ 3/4 ഭാഗം നമ്മൾ ആ മണ്ണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മണ്ണിൻ്റെ നടുക്കിലായിട്ട് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കണം. ഒരു തങ്കുഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുഴി. അത് ഈ മാവൊക്കെ വെക്കാൻ പാകത്തിനാണ് നമ്മൾ ആ കുഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കതിൽ വാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവാണ് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ 50 ഗ്രാമാണ് ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിന് ശക്തി കിട്ടാനും വേരോട്ടം നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ജീവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന മാവ് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് വെക്കുക. അന്നേരം ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കവറ് മാറ്റാം. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് അതിങ്ങനെ പിച്ച് പൊളിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്തിട്ട് അതിന് ശേഷം ബ്ലേഡ് വെച്ച് ആ കവർ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ആ കുഴിയിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ആ കുഴിയിൽ ഇങ്ങനെ പതുക്കെ തന്നെ ഇറക്കി വയ്ക്കുക. വേരൊന്നും പൊട്ടാൻ പാടില്ല. അതിന് ശേഷം നമ്മുടെ ആ മണ്ണുണ്ടല്ലോ, മണ്ണൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. വേര് പൊട്ടാത്ത രീതിയിൽ വേണം മണ്ണ് പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗത്തും കൂടി മണ്ണ് ആഡ് ചെയ്തിട്ട് അത് ഫില്ലാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അതേ നമ്മുടെ മാവ് ഇവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ 6 മാസം കഴിയുമ്പോൾ എല്ലുപൊടി 1 കിലോ, വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ, കടലപ്പിണ്ണാക്ക് 1 കിലോ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തുകൊണ്ട് മാത്രം മാവിന് റിസൾട്ട് കിട്ടണമെന്നില്ല. പിന്നെ അതും തന്നെയല്ല, 1 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഈ മാവിൽ മാങ്ങ ഉണ്ടായി തുടങ്ങും. പക്ഷേ നമ്മൾ ആ മാങ്ങ ഇതിൽ നിർത്താതെ അത് കട്ട് ചെയ്ത് കളയണം. എന്നാലാണ് മാവ് നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അപ്പോഴാണ് അത് കഴിഞ്ഞിട്ടുണ്ടാവണ മാങ്ങ നിർത്തുമ്പോൾ നമുക്ക് മാവിനും ആരോഗ്യമുണ്ട്. മാങ്ങ അതിൽ പിടിച്ച് നിൽക്കാനുള്ള ഒരു ശേഷി മാവിന് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ വാട്ടറിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കിപ്പോൾ 1 ലിറ്റർ വെള്ളം മതി എന്ന് വിചാരിക്കുക. അത് താഴേക്ക് പോവാത്ത രീതിയിൽ, വെള്ളം ഒരിക്കലും വാർന്ന് പോവാത്ത രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട്. ചട്ടിയിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളങ്ങളും കൂടി അതിലോട്ട് പോവും. അപ്പോൾ അത് കാരണം അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും.
അപ്പോൾ നമുക്ക് മാവ് മാത്രമല്ല ഫലവൃക്ഷങ്ങൾ എല്ലാം തന്നെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മാവാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും മാവോ പ്ലാവോ ചാമ്പ ലൂബി എല്ലാതും തന്നെ ഇങ്ങനെ കിട്ടാവുന്നതാണ് കേട്ടോ. മണ്ണിൽ ചെയ്യുകയാണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.